ഹലോ, നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ കറിയാണ് കേട്ടോ. അതായത് കൂൺ കറി. ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതിലത്തെ വലിയ സൈസെല്ലാം പാക്ക് ചെയ്ത് അയച്ചു. അത് കാണിക്കാൻ പറ്റിയില്ല. അതിലത്തെ കുറച്ച് ചെറിയ സൈസ് എടുത്തിട്ട് നമുക്കിന്ന് കുറച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ കൾട്ടിവേഷനും മറ്റും നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇന്ന് സമയം ഉണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാൻ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു. ഇത് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ശരിക്കും വൃത്തിയായിട്ടാണുള്ളത്. ഇതിങ്ങനെ ചീന്തി ഇട്ട് കൊടുത്താൽ മതി. വേരെല്ലാം നമ്മൾ ആദ്യം തന്നെ മുറിച്ചെടുത്തിരുന്നു. ഇത് ശരിക്കും ഈ മഷ്റൂം കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് പൊടിയും മണ്ണും ഒന്നുമില്ല. നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം സ്പ്രേ ചെയ്ത് ഹാങ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും 2 പ്രാവശ്യം ഇളംചൂട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, കഴുകണോ വേണ്ടേ എന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കഴുകി കാണിക്കുന്നത്. ഇതൊന്ന് കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വാരി വയ്ക്കാം. നമുക്കിവിടെ പുറത്തുനിന്ന് ബട്ടൺ മഷ്റൂമാണ് കിട്ടാറ്. ഇതിപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഓയിസ്റ്റർ മഷ്റൂം തന്നെ കാണിക്കാൻ പറ്റിയത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് കൊടുക്കാം. നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. സ്ലോ ഫയറിൽ വെച്ച് മെല്ലെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കുറേശ്ശെ നിറം മാറി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മതി. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മുഴുവനായ കുരുമുളകും മല്ലിയും വേണമെങ്കിൽ ഇട്ടിട്ട് വറക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കുറച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ മതി. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയെല്ലാം ചേർക്കുമ്പോൾ എരിവ് കറക്റ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടും ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ വെളുത്തുള്ളിയും 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ഉള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് മൊരിയൊന്നും വേണ്ട, ഒന്ന് നിറം മാറി വന്നാൽ മതി. 2 പച്ചമുളകും 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇത്രയും മതി. ഇത് വല്ലാതെ മൊരിയിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ച മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ശരിക്കും നമ്മുടെ നാടൻ കൂണിൻ്റെ ടേസ്റ്റാണ്. ബട്ടൺ മഷ്റൂം പോലെയല്ല. നമുക്കിങ്ങനെ ഇടി പൊട്ടുമ്പെല്ലാം തൊടിയിൽ കിട്ടില്ലേ, അതേ കൂനിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ ഓയിസ്റ്റർ മഷ്റൂമിന്. നിങ്ങൾക്ക് എവിടെയും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് വെച്ച് നോക്കൂ. ഇതിന് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അത് ചൂടാകുമ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതിൻ്റെ അളവ് നോക്കിയിട്ട് പിന്നീട് മസാല ഇടുമ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും ഇപ്പോൾ ഇടണ്ട, അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റാം.
ഇനി നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നിങ്ങൾക്കിത് തേങ്ങ ചേർക്കാതെ മസാലക്കറി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മഷ്റൂം വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതാദ്യം തന്നെ ഉപ്പ് ചേർത്താൽ നമ്മൾ അടുപ്പത്തിടുന്ന അത്രയ്ക്കും ഉണ്ടായിരിക്കില്ല വെന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വെന്തതിന് ശേഷം അളവ് നോക്കിയിട്ട് ഉപ്പിടാന്ന് പറഞ്ഞത്. രണ്ടത്തുനിന്ന് വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഷ്റൂം വേഗം വെന്ത് കിട്ടും കേട്ടോ. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇലക്കറികളെ പോലെ ചൂടാവുമ്പോൾ ചുങ്ങി വരും. അതുകൊണ്ടാണ് ഉപ്പ് പിന്നീട് ചേർക്കാമെന്ന് പറഞ്ഞത്. ഇനി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോഴാണ് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയുടെ അളവിന് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ വഴറ്റി പേസ്റ്റാക്കി വെക്കുന്നതാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തേങ്ങ വറക്കുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി എണ്ണയിൽ മൂപ്പിച്ചിട്ട് തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ. ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നതാണ്. തക്കാളി ഈ മഷ്റൂം കറിക്ക് അധികം പുളി ആവശ്യമില്ല. അതുകൊണ്ട് ലൈറ്റ് പുളി മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ഒരു തക്കാളിയുടെ അളവിൽ ഞാൻ 1 ടീസ്പൂൺ മാത്രമേ തക്കാളി പേസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക, തിളക്കട്ടെ. ഇപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ രീതിയിലൊന്ന് മഷ്റൂം കറി വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോകളെല്ലാം പോയി കണ്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.